റാണി അമ്മ നല്ല ക്ലീൻ ചെയ്തതിൻ്റെ നമുക്ക് മീനൊക്കെ. റോയൽ മാക്സ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് രാമേശ്വരം ധനുഷ്കോടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബൈ ബസ്സിനാണ്. കാരണം എന്താ വെച്ചാൽ ട്രെയിൻ നമുക്കിപ്പോൾ ഓൾറെഡി അവിടേക്കില്ല, ഡയറക്റ്റ് ഇല്ല. അവിടെ പാമ്പം ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന കാരണം രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് ഇല്ല. പിന്നെ നമുക്ക് അമൃത എക്സ്പ്രസ്സിൽ പാലക്കാട്ടിൽ നിന്നാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. അമൃത എക്സ്പ്രസ്സിൽ നമ്മൾ പിന്നെ മധുര ഇപ്പോൾ ഇറങ്ങി, മധുരയിൽ നിന്ന് പിന്നെ രാമനാഥപുരം പോയി, അങ്ങനെ ഒരുപാട് ട്രെയിനും പിന്നെ ടൈം വേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റിയ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ പോവുക. കോയമ്പത്തൂരിൽ നിന്ന് നേരെ ബസ്, ഡയറക്റ്റ് ബസ് അവിടേക്കുന്നുണ്ട്. വലിയ ചാർജൊന്നുമില്ല, 400 രൂപയുള്ളൂ. പ്ലസ് GST കൂടി ഒരു 445 രൂപ വരും രാമേശ്വരത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ, പാലക്കാട് നിന്ന് പോകുമ്പോൾ. അപ്പോൾ ബൈ ബസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് നമ്മൾ കോയമ്പത്തൂർ ഗാന്ധിപുരത്തേക്ക് പോയിട്ട് ഗാന്ധിപുരത്തു നിന്ന് ഒരു രാത്രി 9:30 അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് ബസ്സുണ്ട്. അപ്പോൾ 9:30 അവിടെ നിന്ന് ഒരു വെളുപ്പിന് 7:45 രാമേശ്വരം എത്തും. അപ്പോൾ 7:45 രാമേശ്വരം എത്തി നമുക്ക് അവിടെ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ കണ്ട് തിരിച്ച് അതേ ഒരു 6 മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോയമ്പത്തൂരിലേക്കുണ്ട് ബസ്. പറ്റിയ അതിൽ വരും. എല്ലാവരും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾ ഇനി ഇവിടുന്ന് നമ്മളൊരു സ്വിഫ്റ്റ് ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, 72 രൂപ ഗാന്ധിപുരത്തേക്ക്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം. 5:30 ബസ് അവിടെ എത്തും. സ്വിഫ്റ്റ് ബസ് വന്ന് കഴിഞ്ഞാലവിടെ അതിൽ പോയാൽ അവിടെ എത്തി അവിടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 9:30 അവിടെ നിന്ന് ഗാന്ധിപുരത്തു നിന്ന് രാമേശ്വരത്തേക്ക് ബസ്സുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ തമിഴ്നാട് SCTCൻ്റെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സാണ് രാമേശ്വരത്തേക്ക്. ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ, 9:30 ഷാർപ്പ് ടൈമായിരിക്കും അവരിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഗാന്ധിപുരം ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് രാമേശ്വരം ബസ്സിന് വെയിറ്റ് ചെയ്യുന്നത്. 9:30 ബസ്. ഇപ്പോൾ എത്തും, ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇഷ്ടംപോലെ SCTCൻ്റെ ബസ്സുകൾ ചെന്നൈയിലേക്ക്, ബാംഗ്ലൂർ, അങ്ങനെ സേലം, ഒരുപാട് തിരുവനന്തപുരം, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് SCTCൻ്റെ ബസ് ഇവിടെ സർവീസാണ് കേട്ടോ. അതേപോലെ ബാംഗ്ലൂർ, മൈസൂർ വണ്ടികൾ, കോൾവോ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ചെന്നൈയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. SCTCൻ്റെ സ്ലീപ്പർ തന്നെയാണ്. അപ്പോൾ ഇത് മൈസൂർ പോകുന്ന ബസ്സാണ്. മൈസൂരിലേക്ക് ബസ് കുറവാണെന്ന് തോന്നുന്നു. ഇതൊരു ബസ്സിന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബസ് വന്നു. ഇത് നമ്മുടെ രാമേശ്വരം ബസ് നമ്മൾ പോകുന്ന വഴി. സീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് പഴയ വണ്ടിയാണ്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നമുക്ക് സീറ്റുകൾ ഇതാണ് പുഷ് ബാക്ക് സീറ്റ്, കുഴപ്പമൊന്നുമില്ല. ആ അറ്റത്തൊരു വാഷ്റൂം കാണുന്നുണ്ട്, പക്ഷെ അത് വർക്കിംഗ് അല്ല, അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ ഉപയോഗിച്ചതാണ് തോന്നുന്നു. ആൾക്കാർ പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കില്ലല്ലോ. അത് ക്ലോസ്ഡാണ്. റെസ്റ്റ് റൂമൊക്കെ ക്ലോസ്ഡാണ്. അതുപോലെ തന്നെ ഇതിൽ 40 സീറ്റാണ് ഉള്ളത് കേട്ടോ. 40, 50 ഇല്ല, 40 സീറ്റാണ്. അപ്പോൾ ഇന്ന് അവിടെ ചോദിച്ചപ്പോൾ ഫുൾ ബുക്കിംഗ് ആണ്, ഒന്നുമില്ല, എല്ലാം ഫുൾ ബുക്ക്ഡാണ്. സീറ്റൊന്നും കാലിയൊന്നുമില്ല. അപ്പോൾ സീറ്റിങ്ങിനുള്ള ആൾക്കാരിനെ മാത്രമേ ഇവർ കയറ്റുന്നുള്ളൂ. ഇതാണ് നമ്മുടെ സീറ്റ്. കണ്ടക്ടറിൻ്റെ ഒപ്പമാണ് നമുക്കുള്ള സീറ്റ്. ഇതാണ് നമുക്ക് രാമേശ്വരം പോകുന്ന വണ്ടി. പകുതിയായി, നമ്മൾ രാമേശ്വരത്തേക്കുള്ള യാത്രയിൽ പകുതിയായി. അപ്പോൾ ടീ ബ്രേക്കിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു 2 മണിയായി കഴിഞ്ഞു, 2:15 ഇപ്പോൾ ടീ ബ്രേക്കിന് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ വാഷ്റൂമും എല്ലാത്തിനായിട്ട് നിർത്തിയിരിക്കണം. ഒരു പോയിൻ്റാണ് തോന്നുന്നുണ്ട്, ഒരു ബ്രേക്ക് പോയിൻ്റാണ്. എല്ലാ ബസ്സുകളും ഇവിടെ ഉണ്ട്. അങ്ങോട്ട് പോകുന്നത് എല്ലാ ബസ്സുകളും ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടീ ബ്രേക്ക്. ഇപ്പോൾ രാമേശ്വരത്ത് എത്തിയിട്ടുണ്ട്.
രാമേശ്വരത്തെത്തി നമ്മൾ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്തി നേരെ അവിടെ നിന്ന് കുളിയും ഇതൊക്കെ ഒന്ന് ഫ്രഷായി 150 രൂപ കൊടുക്കേണ്ടതെന്നൊരു ഹോട്ടലിൽ അവിടെ 150 രൂപ കൊടുത്തപ്പോൾ അവർ നമുക്ക് കുളിക്കാനുള്ളതും നല്ലൊരു റൂമായിരുന്നു, കുളിക്കാനുള്ളതും അതുപോലെ തന്നെ ഒന്ന് ഫ്രഷായിട്ടൊന്ന് അവിടെ നിന്നൊരു ബസ് കയറി 7 രൂപ കേട്ടോ. 7 രൂപ നമ്മൾ രാമേശ്വരം മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോവിൽ വർണ്ണ അതായത് നമ്മുടെ രാമേശ്വരം അമ്പലത്തിൻ്റെ അവിടേക്ക് വരാൻ 7 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 7 രൂപ കൊടുത്ത് നേരെ ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിയതും ഇവിടെ നമ്മുടെ തമിഴ്നാട് ഹോട്ടലുണ്ട്, അതിൻ്റെ തൊട്ട് തന്നെ നമുക്കൊരു ബോട്ട് സർവീസ് ഉണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ബോട്ട് സർവീസ് ഫസ്റ്റ് തന്നെ ബോട്ട് സർവീസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ടിക്കറ്റ് 100 രൂപയാണ് പെർ ഹെഡിന്. ഒന്നുമില്ല, അവിടെ കുറേ ബോട്ടുകളുണ്ട്, ഈ മത്സ്യത്തൊഴിലാളികളുടെ വലിയ വലിയ ബോട്ടുകളുണ്ട്, ട്രോളിങ് ബോട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയി തിരിച്ചൊരു 10-15 മിനിറ്റും കൊണ്ട് തിരിച്ചിങ്ങടിക്കാൻ എത്തും. അപ്പോൾ അതിനുവേണ്ടി 100 രൂപ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണത്. അവിടെയാണ് അതിൻ്റെ പോയിൻ്റ് ഉള്ളത് അല്ലേ. ആ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ബോട്ട് കയറുന്നത്. ഈ നമ്മുടെ പുറകിൽ കാണുന്നതാണ് തമിഴ്നാട് ഹോട്ടൽ കേട്ടോ. ഈ കാണുന്നതാണ് തമിഴ്നാട് ഹോട്ടൽ. നല്ല സൗകര്യമുള്ള ഒരു ഹോട്ടലാണ് ഈ കാണുന്ന ഹോട്ടൽ. ഈ രാമേശ്വരം വരുന്നവർക്കൊക്കെ നല്ല പറ്റിയ, അതായത് നമുക്ക് അമ്പലത്തിലേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം, കർമ്മം ചെയ്യാൻ വരുന്നവർക്ക് പെട്ടെന്ന് അടുത്ത് തന്നെയാണ് അതിൻ്റെ കർമ്മം ചെയ്യേണ്ട സ്ഥലവും അടുത്ത് തന്നെയാണ്. ഇതേപോലെ ബോട്ട് സർവീസ്, പിന്നെ ഇവിടെ തന്നെ ഈ പോയിന്റിൽ തന്നെ നമുക്ക് ധനുഷ്കോടിക്ക് പോകാനുള്ള ബസ്സും ഇവിടെ അവൈലബിൾ ആണ്. അതിന് ബസ്സിന് എത്ര 12 രൂപ എങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ആദ്യം ഈ ബോട്ട് സർവീസ് നമ്മളൊന്ന് കഴിഞ്ഞിട്ട് നേരെ ധനുഷ്കോടിക്ക് പോവുക. മിക്കവാറും ബൈക്ക് റെൻ്റ് എടുക്കാനാണ് സാധ്യത. ബൈക്കിന് എത്രയാണ് നോക്കിയിട്ട് ബൈക്ക് റെൻ്റ് എടുത്തിട്ട് ബൈക്കിൽ ധനുഷ്കോടിക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും ചെറിയ ചെറിയ പോയിന്റുകളിലൊക്കെ നമുക്ക് നിൽക്കാമല്ലോ. മിക്കവാറും അതിലായിരിക്കും, ബൈക്ക് എടുത്തിട്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മളെ ജങ്കാർ റൗണ്ട് അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പുറകിൽ നിന്ന് കാണണല്ലേ, ജങ്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത് വന്നത് നമുക്ക് അതിൽ കയറിയിട്ടൊന്ന് പോകും. ഒരു 10-15 മിനിറ്റുള്ള റൈഡ് തന്നെ ഉള്ളൂ കേട്ടോ, ബോട്ട് റൈഡ് അത്രയ്ക്കുള്ളൂ. പക്ഷേ പിന്നെ കുറച്ച് ക്ലൈമറ്റ് ഒരു ഹ്യൂമിഡിറ്റി ടൈപ്പാണ്, പ്ലസൻ്റ് അല്ല, ഒരു മൂടിക്കെട്ടിയ ക്ലൈമറ്റാണ്. അതാണ് വീഡിയോയിൽ ഇങ്ങനെ ഉള്ളത്. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല രസമാണ് ഈ കടൽ കാണാൻ. നല്ല പച്ച കളർ വെള്ളമായിരിക്കും, കടലിൻ്റെ കളറേ മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു മൂടിക്കെട്ടിയ 2 ദിവസമായിട്ട് മഴയുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്. പക്ഷെ വെയിലില്ല. വെയിലുണ്ടെങ്കിൽ കടൽ കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അടിപൊളി വൈബാണ് കേട്ടോ. ബോട്ടിലേക്ക് കയറുന്ന ഒരു സീന് അടിപൊളി നന്നായിട്ടുണ്ട്. ஓப்பன் ஆகுது என்ன என்ன ஆடுமாண்ணே ரொம்ப ஆடுமான் ஆற்று போட்டால் இன்னும் கொஞ்சம் ஆடு என்ன பாட வச்சுக்கோங்க.
രാമേശ്വരം ടെമ്പിളിൽ നമുക്ക് അകത്തോട്ട് ക്യാമറ അലോഡല്ല, അതുപോലെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് കാരണം നമ്മൾ അങ്ങോട്ടേക്ക് ഈ അമ്പലത്തിൻ്റെ അധികം വീഡിയോസ് ഉണ്ടാവില്ല, ക്യാമറ അലോഡ് അല്ലാത്ത കാരണം. இதில் 12 ரூபாய் இரவு கூலியாக வழங்கப்படுகிறது. எனவே பக்தர்கள் இடைத்தரகர்கள் யாரையும் அணுகாமல் நேரடியாக வரிசையில் இருந்து கட்டளை சொத்துக்களை பெற்றுக்கொள்ள அறிவுறுத்தப்படுகிறது. பக்தர்கள் தங்களது மொபைல் போன் மற்றும் பேக் போன்றவற்றை கோவிலுக்குள் எடுத்துச் செல்ல அனுமதி இல்லை. பொருட்கள் பாதுகாப்பு அறையில் லாக்கர் ஒன்றுக்கு ரூபாய் 10 கட்டணம் செலுத்தி பொருட்கள் பாதுகாப்பு அறையில் வைத்துவிட்டு கோவிலுக்குள் செல்ல கேட்டுக் கொள்ளப்படுகிறது. பக்தர்கள் ரூபாய் 25 செலுத்தி கை அடையாளங்களை பெற்றுக்கொள்ள கேட்டுக் கொள்ளப்படுகிறார்கள். தீர்த்த நீராடியதும் ஆண்கள் மற்றும் பெண்கள் உடைமாற்றும் அறைகள் தெற்கு 3ஆம் பிரகார மேடையில் உள்ளது. அதனை பயன்படுத்திக் கொள்ள கேட்டுக் கொள்ளப்படுகிறார்கள். உடைமாற்றும் அறையை சுத்தமாக பயன்படுத்த கேட்டுக் கொள்ளப்படுகிறது. மேலும் உடைமாற்றும் அறையில் சிறுநீர் கழிக்கக்கூடாது. கோவில், கடல் மற்றும் தீர்த்த பகுதிகளில் சிறுநீர் கழிப்பது பெரும் பாவத்தை. நீராட செல்லும் முன் திருக்கோவில் இலவச கழிப்பிடங்கள் மற்றும் அருகிலுள்ள கழிப்பிடங்களை பயன்படுத்தி നമ്മൾ രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്തുള്ള ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. അതിനായിട്ട് ഒരു ചെറിയൊരു പണി ചെയ്തു, ബൈക്ക് റെൻ്റ് എടുത്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ സിംഗിളായിട്ട് വരുമ്പോൾ ഈ ബൈക്ക് റെൻ്റ് എടുക്കുന്നതാണ് ഭംഗി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു 400 തൊട്ടിട്ട് 500 600 ബൈക്കിനനുസരിച്ചുണ്ടാവും. നമുക്ക് ഞാനിപ്പോൾ സ്കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്, റൈസെറ്റിൻ്റെ എംഹയുടെ റൈസെറ്റ്. അപ്പോൾ അതിന് എനിക്ക് വന്നത് 500 രൂപയാണ്. പിന്നെ പെട്രോൾ നമ്മൾ അടിക്കണം, ഒരു 100 രൂപയുടെ പെട്രോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. നമ്മൾ അന്വേഷിച്ചു, ഓട്ടോറിക്ഷയിലൊക്കെ അന്വേഷിച്ചപ്പോൾ 700 800 900 1000 1200 അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളോ ട്രിപ്പ് വരികയാണെന്ന് വെച്ചാൽ രാമേശ്വരം ധനുഷ്കോടി സോളോ ട്രിപ്പ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ബെറ്റർ ഇതാണ്, ബൈക്ക് റെൻറ്റിന് എടുക്കുക. നല്ല വിശ്വാസമുള്ള ആളിനെ, നല്ല ഞാനിപ്പോൾ എടുത്തത് അവിടെ നമ്മൾ ധനുഷ്കോടി റോട്ടിൽ, ധനുഷ്കോടിയിലേക്ക് സ്റ്റാർട്ടിങ് ഒരു പോയിൻ്റ് ഉണ്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന്. ധനുഷ്കോടിയിലേക്ക് സ്ട്രൈറ്റ് വന്ന ധനുഷ്കോടിയാണ്. അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ അവരാണ് ബൈക്ക് റെൻ്റ് ചെയ്യണത്. അപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പുകാരൊക്കെ ആകുമ്പോൾ അവർ ഈ കച്ചറകളൊന്നും ആയിരിക്കില്ല, നല്ല ടീമുകളായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് ഞാൻ റെൻറ്റിന് ബൈക്ക് എടുത്തത്. അപ്പോൾ ഇപ്പോൾ ധനുഷ്കോടി പോകുന്ന വഴിയിലാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ധനുഷ്കോടി എൻഡ് പോയിൻ്റ് നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് ഓഫ് എൻഡ്, അവസാനത്തെ ലാസ്റ്റ് ലാൻഡ്, അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും മീൻ വറുത്തത് എന്തെങ്കിലും ഊണൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കുക എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഇപ്പോൾ ധനുഷ്കോടി റൂട്ടിലാണ്. ഇനിയൊരു 7 കിലോമീറ്ററും കൂടി ഇവിടെ നിന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ നല്ല രസമാണ് കേട്ടോ, രസമാണ് കാണാൻ. ഉണ്ട് സൺഡേ കാരണം നല്ല തിരക്കുണ്ട്, വണ്ടികളുടെ തിരക്ക് നിറയെ നല്ലോണം ഉണ്ട്. കാലത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മഴയൊക്കെ പെയ്ത് ആകെ കുളമായെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഇത്തിരി ചെറിയൊരു കാർമേഘങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വെയിലുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് ഇന്ന്. അപ്പോൾ നേരെ നമുക്ക് ധനുഷ്കോടിയിൽ ലാസ്റ്റ് പോയിൻ്റ് കണ്ടെത്താം. അടിപൊളി വൈബാണ് മക്കളെ.
ഇതെന്നെ മീനാണ്? ഇളമീൻ. ആ ഓക്കെ. അപ്പോൾ ഞാനിന്ന് ഇവിടെ ധനുഷ്കോടി ലാൻഡ് ഓഫ് എൻഡിൽ എത്താനായപ്പോൾ നമ്മുടെ ഒരു ഹോട്ടലിൽ കയറി. നമ്മുടെ ചേച്ചിമാർ അൻബരസ് ഇല്ലേ, അൻബരസ് ഹോട്ടലിൽ കയറി. അപ്പോൾ എന്താ ഫ്രഷ് മീൻ അവർ ഇപ്പം തന്നെ അത് ഇളമീൻ നേരാക്കിയിട്ട് നമുക്കിപ്പോൾ ഫ്രൈ ചെയ്ത് തരും, അതിനൊപ്പം സാപ്പാടും തരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാം. അൻബരസ് അല്ലേ, അൻബരസ് ഹോട്ടൽ. ഇங்கிருந்து എவ்வளோ കിലോമീറ്റർ എങ്ങൾക്ക്? 1 കിലോമീറ്റർ ഇല്ല. ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററും കൂടി അങ്ങോട്ടേക്കുണ്ട് പോയിന്റിലേക്ക്, ലാൻഡ് ഓഫ് എൻഡിലേക്ക്. അപ്പോൾ അതിനു മുമ്പ് വിശന്നിട്ട് വയ്യ. അപ്പോൾ കയറി ഇതാ. അപ്പോൾ നമ്മുടെ അമ്മ നമുക്ക് ക്ലീൻ ചെയ്ത് നന്നായി ക്ലീനൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അമ്മ റാണി അമ്മ நல்லா க்ளீன் செய்து தருண்டு நமக்கு மீனக்கை. உங்கள் வீடு இங்கே தானே? நம்ம வீடு நான் பக்கம் இருக்குது. எனக்கு வேற பக்கம் மாமா மகன். மாமா மகன். ஓகே ஓகே ஓகே. சரி. நம்மளுக்கு ஒரு பொண்ணு இருக்கு, ஊமை, வாய் பேசாது. ஒரு பொண்ணு இருக்கு எனக்கு, வாய் பேசாது, ஊமை. அதான் பரவாயில்ல, அதற்க அப்படி தான் எல்லாருக்கும் இருக்கும் கஷ்டம். உங்களுக்கு மட்டும் இல்லை, எல்லாருக்கும் கஷ்டம்தான். எல்லாருக்கும் கஷ்டம் இருக்கும். அதெல்லாம் நம்ம அப்படியே ஜீவிச்சு காணிச்சுடணும். அப்பத்தான் ஜீவிதம். அன்னைக்கு 2 பேர் வந்தாங்க இப்படி வீடியோ எடுக்க. அந்த புயல் எடுத்தது எல்லாம் சொல்லுங்க சொன்னாங்க. சொன்னாங்க எங்கள் அண்ணன் ஒரு ஆள் பாட்டு கொடுத்தாங்க எல்லாம். அதாவது 500 ரூபா நம்ம கொடுத்து போயிருப்பாங்க. ஓ சரி. நம்ம புதிய சேனல் அவ்வளோ ரீச் ஆகலை, இனிமேல் தான் ரீச் ஆகணும். நான் சிங்கிள் தான் வந்திருக்கு. சரி, அது போதும். க்ளீன் நல்லா இருக்கு. இங்கெல்லாம் ஃப்ரெஷ் மீன் தானே, நல்லா இருக்கு. எங்கள் ஊர்லெல்லாம் 3, 4, 5 நாளாக இருக்கு. நீங்க கொடுத்து விட்டது நாங்க குழம்பு வச்சிருக்கோம். நேற்றுக்கு மழையா? இங்க மழை இல்லையா? என்ன ஒரு வண்டி இங்கே வந்திருந்தா அப்படியே பின்னாடி வந்துடும். அதுதான் பிஸ்னஸோட ஐடியா. லைனாக வந்துட்டா இருக்கும். இல்லை இன்னைக்கு எங்கேயுமே இல்லை, எல்லாம் காலி தான். அங்கே எல்லாம் காலி தான், கூட்டம் இல்லை. அதனால எல்லாம் இப்போ சாமிமாரோட சாமி.
ഇല്ല അതിലേ തൊട്ടു ക്യാമറ ഓണായി. ഇതാണ് ദ സ്കേർഡ് ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. ദ സ്കേർഡ് ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. കണ്ട ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ. ഇപ്പുറത്തെ ഇന്ത്യൻ ഓഷ്യൻ, ഇപ്പുറത്തെ ബേ ഓഫ് ബംഗാൾ, നേരെ കാണുന്നത് നമ്മുടെ സ്വന്തം തൊട്ട അയൽ രാജ്യമായ ശ്രീലങ്ക. ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്ററോളം ഉണ്ടാവും. നമ്മുടെ ഈ ബൈനാക്കുലർ കൂടെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി അടുത്തായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് ധനുഷ്കോടി മോനെ. അടിപൊളി വൈബാണ് ഇവിടെ. ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് ഇന്ന് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് സൺഡേ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ശബരിമല സീസൺ ആയതുകൊണ്ട് സ്വാമിമാരെല്ലാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പഴനി, രാമേശ്വരം, അത് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് പിന്നെ പൊതുവേ രാമേശ്വരം വളരെ കൂടുതലായിട്ട് കാണുന്നത് നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, എവിടെ നിന്നൊക്കെ ചിലർ ഏതോ ഒരു സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കിതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളായിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് ലാൻഡാണ്. അതും അതിമനോഹരമായ ലാൻഡ്. ചുറ്റുഭാഗവും കടലും, അതായത് ഇന്ത്യൻ ഓഷ്യനും ബേ ഓഫ് ബംഗാളും കൊണ്ട് നമ്മളെ എന്താ പറയുക സൗന്ദര്യം കൊണ്ട് തുളുമ്പി നിൽക്കുന്ന ഒരു ലാസ്റ്റ് ലാൻഡ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പുണ്യഭൂമി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കടലും കൂടി എടുത്താൽ ഒരു കടലിൽ ഒരു ബ്രിഡ്ജും കൂടി ഇട്ട് കഴിഞ്ഞാൽ അയൽ രാജ്യമായ ശ്രീലങ്കയ്ക്ക് നമുക്ക് വാണിജ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ലേ, ടൂറിസമായിട്ടും. അത് എന്തോ ഒരു ഇതുണ്ടാകും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇതൊന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും പൊളിച്ചു മോനെ. ഇതാണ് ധനുഷ്കോടി. അതിൻ്റെ കടലിൻ്റെ ഭംഗി കാണണം. അടിപൊളി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഈ വാമിങ് ടൈപ്പ് ആയതുകൊണ്ട് സണ്ണങ്ങോട്ട് ശരിക്കും വെളിയിൽ വന്നിട്ടില്ല. കാരണം ഒരു മൂടാപ്പ്. ഇപ്പോൾ വേറൊരു സൈക്ലോൺ വരുന്നുണ്ട്. ചെന്നൈ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലൊക്കെ നല്ല മഴയായിരിക്കും. ചിലപ്പോൾ ധനുഷ്കോടിയൊക്കെ ഞാൻ പോയതിന് ശേഷം ചിലപ്പോൾ ധനുഷ്കോടിയൊക്കെ ചിലപ്പോൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഒരു ചെറിയൊരു സൈക്ലോണിങ്ങിൻ്റെ ഒരു വാർണിംഗ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ന്യൂസിൽ കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിലൊക്കെ മഴ തുടർന്നു. ഇവിടെയും 2 ദിവസം മിനിഞ്ഞാന്നൊക്കെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് മഴയില്ലെങ്കിലും ഒരു മൂടാപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ കടലിൻ്റെ ഭംഗി സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കാണാം. ആൾക്കാരും ഇഷ്ടംപോലെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കമ്മിയാണെന്നാണ് പറഞ്ഞത്. പൊതുവേ ആൾക്കാർ നല്ല സൺഡേ ഒക്കെ ആകുമ്പോൾ നിറയെ ആൾക്കാർ വരുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ അവർക്ക് ബിസിനസ്സും കമ്മിയായിട്ടുണ്ട്. 2 ദിവസം മഴയും കൂടിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ സൈക്ലോണിങ്ങിൻ്റെ ഇതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ അടുത്ത പോയിൻ്റായ ഗോസ്റ്റ് ടൗണിലേക്കാണ് നമ്മളിനി പോകുന്നത്. അതിനെക്കുറിച്ച് ഗോസ്റ്റ് ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, മനസ്സിലൊക്കെ ആകെക്കൂടി ഒരു ഇതാണ്. കാരണം 1964 മുമ്പ് ഒരു ജനത ഇവിടെ ഈ ഒരു ഭാഗത്ത്, ഒരു ധനുഷ്കോടി ഭാഗത്ത് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞാൽ കുറച്ച് ജനങ്ങൾ ആ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം തുടച്ച് മാറ്റി. എന്താ പറയുക, നമുക്കിനി അങ്ങോട്ടേക്കൊന്ന് പോവാം. സ്ട്രീറ്റ് വന്നിട്ടുണ്ട്. ഞാനാ ഷൂട്ട് പണിത്. ഇനി നേരെ പോണത് നമ്മുടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ.
ഇതാണ് നമ്മുടെ രാമേശ്വരം പുതിയ പാമ്പം ബ്രിഡ്ജ്. കണ്ടില്ലേ, പണി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണത്. ഈ തൊട്ട് കാണുന്നത് പഴയ ബ്രിഡ്ജാണ്, നമ്മുടെ മീറ്റർ ഗേജും ബ്രോഡ് ഗേജ് ആയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തുള്ളത് ആ വെള്ള തൂണ് കാണുന്നതാണ് പുതിയ ബ്രിഡ്ജ്. അടുത്ത് തന്നെ ഇതിൻ്റെ പണി കഴിയുന്നതാണ്. 2024 മാർച്ചോട് കൂടിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതാണ് പറയുന്നത്. അതിഗംഭീരമായിട്ടുണ്ട്, കണ്ടല്ലേ, നല്ല ലോങ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇവിടുത്തെ വെള്ളത്തിന് കണ്ടില്ലേ, നീലക്കടൽ, നീലയല്ല പച്ചയല്ല, ഒരു പീക്കോക്ക് കളറിലുള്ള ഒരു കളറാണ് ഈ വെള്ളത്തിന്. ഗംഭീരമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. രാമേശ്വരം വന്നതിന് ശേഷം നമ്മുടെ ലാസ്റ്റത്തെ പോയിൻ്റാണിത്. കലാം സാറിൻ്റെ വീട്ടിലേക്കൊന്ന് സന്ദർശിക്കുക. ഇവിടെ വന്നത് കാണാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരം അവിടെ നിന്ന് ഇതുവരെ വന്നതിന് ഒരു ഇതില്ലാതായത്. വളരെ എളിമയോട് കൂടിയിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ തന്നെ വലിയ ഇതൊന്നുമില്ല, ചെറിയൊരു വീടാണ്. വലിയ ബംഗ്ലാവോ അതൊന്നുമല്ല, ഒരു എന്താ പറയുക, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു വീടാണ്. ചെറിയൊരു വീട്, അത്ര വലിയ വീടൊന്നുമല്ല, ഒരു 2 നില. നമ്മൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ഉള്ള ഒരാളിൻ്റെ വീട് എങ്ങനെയാണ് അതുപോലുള്ളൊരു വീട്, ചെറിയൊരു വീട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒരുപാട് ആൾക്കാർ, ഇത് രാവിലെ മുതലുള്ള തിരക്കാണ് കേട്ടോ അവിടുത്തെ. മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരിക്കുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് വിട പറയുകയാണെങ്കിൽ ഇതുപോലെ ജനങ്ങൾ ഓർക്കും. നല്ലത് മാത്രം ചെയ്യുന്നവർക്ക് ജനങ്ങൾ എന്നും ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ രാമേശ്വരം നമ്മൾ എല്ലാ പോയിന്റും കഴിഞ്ഞു. ധനുഷ്കോടി, രാമേശ്വരം ടെമ്പിൾ ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ചരിത്രം കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഒരു തീർത്ഥാടന ട്രിപ്പ് അല്ലായിരുന്നു രാമേശ്വരത്തേക്ക്. അപ്പോൾ ധനുഷ്കോടി, രാമേശ്വരം, ഇങ്ങനെ പാമ്പം ബ്രിഡ്ജ്, ഇങ്ങനെയുള്ളൊരു എയിമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കൊന്നും വലുതായിട്ടൊന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ ലാസ്റ്റത്തെ പോയിൻ്റിൽ നിന്ന് അബ്ദുൽ കലാം സാറിൻ്റെ ഈ ഒരു വീടാണ്. ഈ ഒരു വീടോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര അവിടെ അവസാനിച്ച് തിരിച്ചു പോവുകയാണ്. ധനുഷ്കോടി രാമേശ്വരത്ത് നിന്ന് നമ്മുടെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ഓൾ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.